നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. കോൺക്ലേവിന് മുന്നോടിയായി സിസ്റ്റൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ ചിമ്മിനി സ്ഥാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിന് മുന്നോടിയായി സിസ്റ്റൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ ചിമ്മിനി സ്ഥാപിച്ചു. ചിമ്മിനി സ്ഥാപിച്ച ശേഷം വത്തിക്കാൻ അഗ്നിശമന സേന ചിമ്മിനിയുടെ പരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തും. അടുത്ത ബുധനാഴ്ച കോൺക്ലേവ് ആരംഭിക്കുമ്പോൾ വോട്ട് ചെയ്യുന്ന 133 കർദിനാൾമാർ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുവരെ നടത്തുന്ന ഓരോ വോട്ടെടുപ്പിന് ശേഷവും വോട്ട് രേഖപ്പെടുത്തുന്ന ബാലറ്റ് പേപ്പറുകൾ കത്തിക്കും. ഇങ്ങനെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക പുറത്തു വരുന്നത് ഈ താൽക്കാലിക ചിമ്മിനിയിലൂടെയാവും. ഏതെങ്കിലും ഒരു കർദിനാളിന് 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർ ഒരു ദിവസം പരമാവധി 4 തവണ വോട്ട് രേഖപ്പെടുത്തും. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കുറഞ്ഞത് 89 കർദിനാൾമാരുടെ പിന്തുണ ആവശ്യമാണ്. പുരാതന ആചാരത്തിന്റെ ഭാഗമായി വോട്ടെടുപ്പ് ഫലം എന്താണെന്ന് പുറംലോകം അറിയുന്നത് സിസ്റ്റൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നുള്ള പുകയുടെ നിറത്തിൽ നിന്നാണ്. വോട്ടെടുപ്പ് വിജയിച്ചില്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള പുകയും മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പുകയുമായിരിക്കും ചിമ്മിനിയിൽ നിന്ന് വരുന്നത്. കോൺക്ലേവ് ആരംഭിച്ചു കഴിഞ്ഞാൽ ചിമ്മിനിയിലൂടെ പുക പുറത്തേക്ക് വരുന്നത് നിരീക്ഷിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നതും പതിവാണ്. UK മലയാളി നാട്ടിലേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിനുള്ളിൽ മരിച്ച നിലയിൽ. ബേസിംഗ്സ്റ്റോക്ക് മലയാളികൾക്കിടയിൽ ഏറെ പ്രിയങ്കരനും മികച്ച ചെണ്ട വിദ്വാൻ എന്ന നിലയിൽ സുപരിചിതനുമായ ഫിലിപ്പ് കുട്ടിയെയാണ് വിമാനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യാമാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. വിമാനം മുംബൈയിലെത്തിയപ്പോഴായിരുന്നു ഫിലിപ്പ് കുട്ടിയെ മരിച്ച നിലയിൽ എയർലൈൻ സ്റ്റാഫ് കണ്ടെത്തിയത്. കോട്ടയം ചിങ്ങവനം സ്വദേശിയായ ഫിലിപ്പ് കുട്ടി കൊണ്ടൂർ കുടുംബാംഗമാണ്. ഭാര്യാമാതാവിൻ്റെ മരണത്തെ തുടർന്ന് ഫിലിപ്പ് കുട്ടിയുടെ ഭാര്യയും മകനും പെട്ടെന്ന് നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു. ലീവ് സംബന്ധിച്ച വിഷയങ്ങൾ കാലതാമസം നേരിട്ടതുകൊണ്ട് ഫിലിപ്പ് കുട്ടി അടുത്ത വിമാനത്തിലാണ് യാത്ര തിരിച്ചത്. ഫിലിപ്പ് കുട്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ബേസിംഗ്സ്റ്റോക്ക് മലയാളി കൾച്ചറൽ അസോസിയേഷൻ ഇന്ന് നടത്താനിരുന്ന ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷം മാറ്റിവെച്ചതായും പകരം രാവിലെ 10:30 മണിക്ക് വൈൻ സ്കൂളിൽ അനുശോചന യോഗം ചേരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബ്രിട്ടനിൽ പ്രിൻസ് ഹാരിക്ക് ഓട്ടോമാറ്റിക് പോലീസ് സംരക്ഷണം നഷ്ടപ്പെട്ടു. ബ്രിട്ടനിലെ പോലീസ് സുരക്ഷ നഷ്ടപ്പെട്ടതിനെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിൽ പ്രിൻസ് ഹാരി പരാജയപ്പെട്ടു. 2020 രാജകീയ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിന്മാറിയ ശേഷം ഹാരിക്ക് UKയിൽ സ്വയമേവയുള്ള പോലീസ് സുരക്ഷ ലഭിക്കില്ലെന്ന് ഹോം ഓഫീസിന്റെ തീരുമാനം വന്നിരുന്നു. ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ നടന്ന അപ്പീലും 2024 മെയ് 2 കോർട്ട് ഓഫ് അപ്പീൽ നിരസിച്ചു. 3 ജഡ്ജിമാർ ഈ തീരുമാനം നിയമപരമായി ശരിയാണെന്നും ഹാരിയുടെ വികാരങ്ങൾ ലംഘനത്തിന് കാരണമല്ലെന്നും വ്യക്തമാക്കി. ഹാരി ഭാര്യ മേഘനൊപ്പം ഇപ്പോൾ കാലിഫോർണിയയിലാണ് താമസിക്കുന്നത്. BBC-യോട് സംസാരിച്ച അദ്ദേഹം തൻ്റെ ജീവൻ അപകടത്തിലാണെന്നും കുടുംബത്തെ UKയിലേക്ക് കൊണ്ടുവരാൻ സുരക്ഷിതമല്ലെന്നും പറഞ്ഞു. ഹോം ഓഫീസ് തീരുമാനത്തെ സ്വാഗതം ചെയ്തു. UKയുടെ സുരക്ഷാ സംവിധാനം കർശനവും ആനുപാതികവുമാണെന്ന് പ്രസ്താവിച്ചു. ഹാരിയുടെ അഭിഭാഷക ഷഹീദ് ഫാത്തിമ അൽഖ്വയ്ദ ഭീഷണിയും 2023 ന്യൂയോർക്കിലെ പാപ്പരാസി പിന്തുടർച്ചയും ചൂണ്ടിക്കാട്ടി ഹാരിയുടെ ജീവൻ അപകടത്തിലാണെന്ന് വാദിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഹാരിക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് വാദിച്ചു. ഹാരി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. ജൂലൈ 1 മുതൽ 3 ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി തടസ്സമുണ്ടാക്കാൻ സാധ്യത. ജൂൺ 30 വൈദ്യുതി മീറ്ററുകൾ ഓഫ് ചെയ്യുമ്പോൾ വീടുകളിലെ ചൂടുവെള്ളവും വെള്ളം ചൂടാക്കലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് എനർജി ഇൻഡസ്ട്രി പറഞ്ഞു. പഴയ വൈദ്യുതി മീറ്ററുകളിൽ ഉപയോഗിക്കുന്ന RTS സംവിധാനം പീക്ക് ഓഫ് പീക്ക് നിരക്കുകൾക്കിടയിൽ മാറ്റുന്നതിന് ലോങ് വേവ് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ സാങ്കേതിക വിദ്യ പഴകിയതിനാൽ ജൂൺ 30-നകം എനർജി കമ്പനികൾ ഉപഭോക്താക്കളുടെ മീറ്ററുകൾ മാറ്റണം. എനർജി UK അനുസരിച്ച് 4,16,000 വീടുകളിൽ RTS മീറ്ററുകൾ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. ദിവസവും 1000 മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കുന്നു. എന്നിരുന്നാലും ഈ വേഗതയിൽ 3 ലക്ഷത്തിലധികം വീടുകളിൽ ജൂലൈ 1 മുതൽ മീറ്റർ പ്രവർത്തനരഹിതമാകും. RTS മീറ്ററുകൾ 1980കളിൽ ഇറങ്ങിയവയാണ്. ഈ മീറ്ററുകൾ രാത്രിയിൽ വൈദ്യുതി ചാർജ് ചെയ്യുന്ന ഹീറ്റിംഗ് സിസ്റ്റങ്ങളും ചൂടുവെള്ള ടാങ്കുകളും ഓട്ടോമാറ്റിക്കായി ഓണാക്കുന്നു. പുതിയ സ്മാർട്ട് മീറ്ററുകൾ ഉപഭോക്താക്കൾക്ക് തത്സമയ വിവരങ്ങൾ നൽകുകയും എനർജി കമ്പനികൾക്ക് ഡേറ്റ ഓട്ടോമാറ്റിക്കായി അയക്കുകയും ചെയ്യുന്നു. നോർത്തേൺ സ്കോട്ട്ലൻഡ്, സദേൺ സ്കോട്ട്ലൻഡ്, ലണ്ടൻ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട പ്രദേശങ്ങൾ. ദിവസവും 7000 മീറ്ററുകൾ മാറ്റേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ വേഗത അപര്യാപ്തമാണ്. എനർജി കമ്പനികളോട് ജൂൺ 30-നകം എല്ലാ RTS മീറ്ററുകളും മാറ്റാൻ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രകൾക്ക് ചിലവ് കൂടും.
ഇന്ത്യൻ വിമാനങ്ങൾക്ക് ആകാശപാത അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതോടെ ഇന്ത്യ വഴിതിരിച്ചുവിട്ടത് 600-ലധികം വിമാനങ്ങൾ. ഏപ്രിൽ 24-നാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത്. ഇതിനെ തുടർന്ന് യൂറോപ്പ്, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പറന്ന എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാനങ്ങൾക്കാണ് റൂട്ട് മാറ്റേണ്ടി വന്നത്. ഡൽഹി, അമൃത്സർ, ശ്രീനഗർ, ചണ്ഡിഗഡ്, അഹമ്മദാബാദ്, കൽക്കട്ട, ലക്നൗ, ജയ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ നഗരങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇപ്പോൾ 15 മുതൽ 45 മിനിറ്റും യൂറോപ്പിലേക്ക് പോകുന്ന വിമാന സർവീസുകൾ 1.5 മണിക്കൂറും അധിക സമയം എടുക്കുന്നുണ്ട്. നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്ന് പരിഗണിക്കണമെന്ന് വിമാന കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പാക് വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിന് വിലക്കാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് പറക്കുന്നതിനും ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പറക്കുന്നതിനും പാകിസ്ഥാന്റെ വിലക്കില്ല. ഏപ്രിൽ 30 മുതൽ മെയ് 23 വരെ നിരോധനം നിലനിൽക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ നോട്ടീസിൽ അറിയിച്ചു. ഇന്നത്തെ ദേശീയ പത്രത്തിന്റെ 1-ാം പേജുകളിലെ പ്രധാന വാർത്തകൾ. ഇന്നത്തെ ഗാർഡിയൻ പത്രത്തിന്റെ മുൻ പേജിൽ 2 പ്രധാന വാർത്തകൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് പ്രിൻസ് ഹാരിയുടെ ഞെട്ടിക്കുന്ന TV അഭിമുഖവും ഡെയിലി മിറർ, ദി സൺ, ഡെയിലി എക്സ്പ്രസ്, ഡെയിലി സ്റ്റാർ എന്നീ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും പ്രിൻസ് ഹാരിയുടെ പിതാവുമായുള്ള ബന്ധം വഷളായെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. ഇംഗ്ലണ്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യാഘാതങ്ങളും റൺകോൺ ഹെൽസ്ബി ഉപതെരഞ്ഞെടുപ്പുകളിൽ UK നേടിയ വിജയവുമാണ് റിഫോം പാർട്ടിക്ക് 650 കൗൺസിലർമാരെയും 2 മേയർമാരെയും ലഭിച്ചതായും ഇന്നത്തെ പ്രധാന പത്രങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്യാറ്റ്വിക് വിമാനത്താവളത്തിലെ ജീവനക്കാർ സമരത്തിൽ. ഗ്യാറ്റ്വിക് വിമാനത്താവളത്തിലെ 2 കമ്പനികളിൽ നിന്നുള്ള ഗ്രൗണ്ട് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചതോടെ വരും ആഴ്ചകളിൽ ഇവിടെ നിന്നുള്ള യാത്രാ ദുരിതം ഇരട്ടിക്കും. കൂടുതൽ വേതനത്തിനും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കുമായി ബാഗേജ് ഹാൻഡ്ലർമാരും ചെക്ക്-ഇൻ ജീവനക്കാരും ഫ്ലൈറ്റ് ഡെസ്പാച്ചർമാരും സമരം ചെയ്ത് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു സമരം. റെഡ് ലൈൻ ഓയിൽ സർവീസസ് ലിമിറ്റഡിലെ ജീവനക്കാരാണ് ഈ മാസം സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. EasyJetന്റേത് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് ഇന്ധന വിതരണം ചെയ്യുന്ന കമ്പനിയാണ് റെഡ് ലൈൻ ഓയിൽ സർവീസസ് ലിമിറ്റഡ്. 2 വർഷത്തേക്ക് 3.5% വേതന വർധനവ് എന്ന നിർദ്ദേശം നിരാകരിച്ചുകൊണ്ടാണ് യുണൈറ്റ് യൂണിയനിലെ അംഗങ്ങളായ ജീവനക്കാർ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മെയ് 16-നാണ് ആദ്യഘട്ട സമരം. ഇതിനിടയിൽ റെഡ് ഹാൻഡ്ലിംഗ് നിയമിച്ചിരിക്കുന്ന 100-ലധികം ജീവനക്കാർ മെയ് 11 മുതൽ തുടർച്ചയായ 4 ശനിയാഴ്ചകളിൽ പണിമുടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും യുണൈറ്റ് യൂണിയന്റെ നേതൃത്വത്തിലാണ്. പ്രതിദിനം 50-ലധികം വിമാന സർവീസുകളെ ഇത് ബാധിക്കുമെന്ന് കരുതുന്നു. ഡെൽറ്റ, TAP, നോർവീജിയൻ എയർലൈൻസ് എന്നിവ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളുടെ സർവീസുകളെയും ഈ സമരം ബാധിക്കും. വൈകി നൽകുന്ന വേതനം, നൽകാത്ത പെൻഷൻ, നിയമവിരുദ്ധമായ ഷിഫ്റ്റ് പാറ്റേണുകൾ തുടങ്ങി 1-ലധികം കാരണങ്ങളാണ് ഈ സമരത്തിന് പിറകിലുള്ളത്. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.